ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു മത്സരാർത്ഥി പുറത്തു പോയിട്ടുണ്ട്. ഫസ്റ്റ് മത്സരാർത്ഥി ടോപ്പ് 5 നിന്ന് പുറത്താകുന്നത്. എങ്ങനെയാണ് പുറത്തായത് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സീസ് റോക്കസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണ് ഹൈപ്പ് എന്ന് പറയുന്ന ഉടനെ അടിച്ചു പൊട്ടിക്കുക. ഇത് ബിഗ് ബോസിന്റെ ഒഫീഷ്യലായിട്ട് അണിയറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വാർത്തയാണ്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പുറത്താവുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് നെവിനാണ്. നെവിൻ ഒരു നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. നല്ലൊരു എന്റർടൈൻമെന്റ്, ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി ഈ ഒരു ബിഗ് ബോസ് വീടൊന്ന് ഉണർന്ന് നിന്ന് ആക്റ്റീവായി നിന്ന് ഗെയിം ചേഞ്ചർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ഇപ്പോൾ എവിക്റ്റായി പുറത്തു വന്നിട്ടുള്ളത്. ആദ്യം തന്നെ എവിക്ഷൻ എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ തമിഴിലുള്ള ഒരു സീസണെ പോലെ തന്നെയാണ് ഒരുപാട് ഗെയിംസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം എവിക്ഷനും സംഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഗ്രാൻഡ് ഫിനാലയുടെ ഫസ്റ്റ് എവിക്ഷനും അതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എവിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു ഫോട്ടോസ് എടുത്തേക്കുന്ന തമിഴ് ബിഗ് ബോസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആരും തെറ്റിയിരിക്കൊന്നും വേണ്ട. ഓക്കെ, എവിക്ഷൻ നടന്നേക്കുന്ന ഇപ്രകാരമാണ്. 5 പെഡസ്റ്റലുകളിൽ ഓരോരോ കൊടിമരം ഉണ്ടാവും. അതിൽ ഒരു റോപ്പ് പിടിച്ച് വലിക്കുമ്പോഴേക്ക് കൊടി ഉയരും. അപ്പോൾ 5 പേരും 5 കൊടികളിൽ നിൽക്കണം. അങ്ങനെ കൊടി വലിക്കുമ്പോഴേക്കും അതിൽ നിന്ന് കളർ പേപ്പേഴ്സ് താഴെ വീഴും. അപ്പോൾ ആ പേപ്പേഴ്സിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ കിടപ്പുണ്ടാവും. അതിങ്ങനെ എടുത്ത് വിരിച്ച് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ എടുത്ത് നോക്കാൻ നേരത്തെ നെവിൻ എവിക്റ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് നെവിൻ ഇറങ്ങി വന്നു. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റി. എൻ്റെ ഈ ഒരു ഫെമിനിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാവരും എക്സ്പോസ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ ഒരു കുഞ്ഞിനെ പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നെ പലവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വളരെ ഹാപ്പിയായിട്ട് നിൽക്കാൻ പറ്റി, എനിക്കൊരു നല്ലൊരു കുടുംബം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നെവിൻ വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ആ എവിക്ഷൻ സ്റ്റൈൽ കൊള്ളാട്ടോ. ഈ തമിഴ് ബിഗ് ബോസിലും ഇതേ ഒരു എവിക്ഷൻ മോഡൽ തന്നെ ചെയ്തേക്കുന്നത്. അതേ എവിക്ഷൻ തന്നെയാണ് നെവിനും ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. എവിക്ഷൻ മോഡൽ വ്യത്യാസം ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ടോപ്പ് 5 നിന്ന് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്ന് ലാലേട്ടൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നെവിൻ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി തന്നെയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യാതൊരു മാറ്റവും ഇല്ലാട്ടോ. ഇത് നിങ്ങൾക്ക് 100 അല്ല 110% ഉറപ്പിച്ച് വിശ്വസിക്കാം. ഇനി അടുത്തതായിട്ട് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്നിട്ടുള്ളതെന്ന് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓരോ മത്സരത്തിൽ ഇങ്ങനെ എവിക്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് കറക്റ്റ് ന്യൂസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓരോ എവിക്ഷനും കഴിഞ്ഞിട്ട് ഓരോ ഡാൻസ് പരിപാടികൾ അങ്ങനത്തെ സ്കിറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടാണ് ഓരോ എവിക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയതുകൊണ്ട് തന്നെയാണ് നെവിൻ ഇപ്പോൾ എവിക്റ്റ് ആയുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.